അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ ഒ പി 11 ഫിഫ്ത്ത് സെഷനിലാണ് വന്നിട്ടുള്ളത്, ഫ്യൂച്ചർ കോമ്പസ് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, ഒരു സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ സെഷൻ എടുത്തിരുന്നത് ലൊജീഷ മേഡവും അതേപോലെ തന്നെ അനുഷ മേഡവും ആയിരുന്നു. നല്ല രീതിയിൽ സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം സ്റ്റുഡൻസ് എല്ലാം പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായി അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സെഷനിൽ എൻ്റെ കൂടെ ലീഡ് ചെയ്യുന്നത് സൈക്കോളജിയിലെ തന്നെ മെന്റർ ആയിട്ടുള്ള ഷെജിയ മാം ആണ്. എൻ്റെ പേര് വാണി എന്നാണ്. ഞാൻ ലേൺ ഫേസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ അക്കാഡമിക് മെന്റർ ആണ്. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇന്നലത്തെ പോലെ തന്നെ ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പറയുക മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകാവുന്നതാണ്. സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എൻഡ് വരെ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിറക്ഷൻ, മോട്ടിവേഷൻ, മൊമെന്റം എന്നാണ്. ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തു ഇല്ലേ? ഇന്നലെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അതിന് കറക്റ്റ് ഒരു മാപ്പിംഗ് എനിക്ക് ആവശ്യമേ ഉള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം, അതിനാവശ്യമായ മോട്ടിവേഷൻസ് എന്തൊക്കെയാണ്, കൂടാതെ തന്നെ ഒരു 90 ഡേയ്സിലേക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ മൊമെന്റം പ്ലാനും നമ്മൾ ഈ ഒരു സെഷനിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഡിറക്ഷൻ, മോട്ടിവേഷൻ ആൻഡ് മൊമെന്റം പ്ലാൻ. ഇതിൽ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വഴി അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. നമ്മൾക്കിപ്പം UG-യിലും PG-യിലും ഉള്ള സ്റ്റുഡൻസ് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആകുന്ന പ്ലാൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ വേയില് അപ്പൊ എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന മെത്തേഡ്സും കാര്യങ്ങളും ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ചു എപ്പോഴെങ്കിലും നമുക്ക് അഡക്റ്റ് ലേണിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങുക എന്നുള്ളതാണ്. പല കാര്യങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കത്തില്ല, നമ്മളുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും നമ്മളുടെ സ്റ്റഡീസ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ബ്രേക്ക് ആവുന്ന കാര്യങ്ങളെ എങ്ങനെ റീകളക്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ മോട്ടിവേഷൻ എഞ്ചിനിൽ നോക്കുന്നത്. പിന്നെ മൊമെന്റം പ്ലാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ സ്റ്റഡീസിൽ അല്ലാതെ തന്നെ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൊമെന്റം പ്ലാനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഫ്ലോ എങ്ങനെയാണ്, ഈ ഒരു സെഷന്റെ ഫ്ലോയിൽ ആദ്യം നമ്മൾ നോക്കുന്നത് റീസ്റ്റാർട്ട് വിത്ത് ഡിഗ്നിറ്റി. എങ്ങനെയാണ് നമ്മളിപ്പം അഡൽട്ട് ലേണിംഗിൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് പറയാറുണ്ട്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മിസ്സേ, പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്, കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എഗെയിൻ നമ്മൾ തുടങ്ങുകയാണ്. അതിപ്പം എങ്ങനെയാണ്, ഡിഗ്നിറ്റിയോടെ കൂടെ തന്നെ തുടങ്ങുക. ജസ്റ്റ് ആർക്കോ വേണ്ടി അല്ലെ എന്തിനോ വേണ്ടി നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾക്ക് വേണ്ടി ആത്മവിശ്വാസത്തോടെ നമ്മളത് ചെയ്തു വരിക. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുന്നത് വൈ പീപ്പിൾ ക്വിറ്റ്. എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ആൾക്കാർ പഠനം നിർത്തുന്നത്? അതൊരിക്കലും നമ്മളൊരു കുത്തുവാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കുഴപ്പമായിട്ടോ ഒന്നും പറയുന്നതല്ല. എന്താണ് കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇപ്പൊ നമ്മളുടെ സിറ്റുവേഷൻ നമ്മളെക്കാൾ കൂടുതൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള റീസൺ എന്താണെന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് മോട്ടിവേഷൻ എഞ്ചിൻ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൽ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളല്ലാതെ വേറൊരാൾക്ക് സാധിക്കില്ല. പറ്റും, ചിലപ്പോൾ നമ്മളെ കുറച്ചുപേരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാം, പക്ഷെ ഒരു പരിധിക്കപ്പുറം നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുക ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല, അങ്ങനെയാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെ ആർജിച്ചെടുക്കാം, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തതായി 3 ലെൻസ് ഡിറക്ഷൻ മാപ്പ്. അപ്പൊ അതിൽ ഐഡന്റിറ്റി, നമ്മളുടെ ഐഡന്റിറ്റി എന്താണ്, നമ്മുടെ ലൈഫ്, റിയൽ ലൈഫ് എന്താണെന്നും അതിലുള്ള റിയാലിറ്റീസ് എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ഡിറക്ഷൻ മാപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി 90 ഡേയ്സിന്റെ മൊമെന്റം പ്ലാൻ. ആദ്യത്തെ ഒരു 7 ദിവസം, പിന്നെ ഒരു 30 ദിവസം, അതുപോലെ 90 ദിവസം. ഓരോ ദിവസവും നമ്മൾ എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്ത് പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നു. ദെൻ ദ സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ റിക്കവറി ലൂപ്പാണ്. റിക്കവറി ലൂപ്പ് എന്ന് പറഞ്ഞാൽ പോയത് ഏത് സ്റ്റേജിലായിക്കോട്ടെ, എവിടെ വെച്ചാണോ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്, അതിനെ എങ്ങനെ ഈസി ആയിട്ട് ഒരു പ്രാവർത്തികമായ പ്ലാൻ കൊണ്ട് എങ്ങനെ നമ്മൾക്കത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ അവിടെ നോക്കുന്നു. ദെൻ ലാസ്റ്റ് ക്ലോസിംഗ് സെഷൻ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു സെഷന്റെ ഇൻ ഡെപ്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റായി നമ്മൾ നോക്കുന്നത് എന്താണ്, യു ആർ നോട്ട് ബിഹൈൻഡ്, യു ആർ റീസ്റ്റാർട്ടിങ്.
നിങ്ങൾ ഒരു ഒട്ടുമിക്ക സ്റ്റുഡൻസും ഓൺ ബോർഡിങ്ങിന്റെ സമയത്ത് പറയുന്നതാണ്, നമ്മളൊരു സമയം ചോദിക്കും, നിങ്ങളുടെ ഒരു കൺവീനിയന്റ് ടൈം എപ്പോഴാണ്, നിങ്ങൾ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ആ സമയത്തേ പറഞ്ഞു, മിസ്സേ എനിക്ക് ഇത്രയും ഏജ് ഉണ്ട്, ഞാൻ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ ഇങ്ങനെയാണ്, ഫസ്റ്റിലെ പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വീക്ക്ലി കോൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, ഞാൻ ഫസ്റ്റ് അസൈൻമെന്റ് ആയതേ ഉള്ളൂ മിസ്സേ, ബാക്കി എല്ലാവരും തീർന്നോ, 6 അസൈൻമെന്റ് ആയോ, 5 അസൈൻമെന്റ് ആയോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നല്ല ചിന്തിക്കുന്നത്, മറ്റൊരാൾ എവിടെയാണ് എന്നറിയാൻ അവിടെയും ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ എങ്ങും പിന്നിലല്ല. നിങ്ങൾ അഡൽട്ട് ലൈഫ് ലേണിംഗിൽ നമുക്കൊരു ടൈം ടേബിളോ കാര്യങ്ങളോ ഒന്നും പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായി പോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ പഠനത്തിൽ നമ്മൾ മാത്രമല്ല ഇൻവോൾവ് ചെയ്യുന്നത്, നമ്മളുണ്ട്, നമ്മളുടെ ഫാമിലി ഉണ്ട്, വർക്ക് ലൈഫ് ഉള്ളവരാണെങ്കിൽ ജോലി സ്ഥലത്തെ ടൈം ടേബിൾ, അവിടുത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പിറകിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയോ വേണ്ട. നിങ്ങൾ എന്നാണോ ഡിസൈഡ് ചെയ്തത് റീസ്റ്റാർട്ട് ചെയ്യാൻ, അവിടെ വെച്ച് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ബാക്കിലോട്ട് പോകുന്നില്ല, നിങ്ങൾ മുമ്പോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ സമയവും അത് എടുക്കുന്ന ഓരോ ചുവടിനും ആവശ്യമായ, നമ്മൾ പൊതുവെ കൊടുക്കുന്നതിനെക്കാട്ടും ഒരു ഇച്ചിരി സമയം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക, ചെറുപ്പകാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ പഠിക്കുക, നമുക്ക് വേണ്ട ഫുഡ് പേരൻസ് ഉണ്ടാക്കി തരും, നമ്മൾ എന്താണ് കറങ്ങി നടക്കുക, കളിക്കുക, കഴിക്കുക, ഉറങ്ങുക, പഠിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ ഒത്തിരി വീട്ടമ്മമാരൊക്കെ തന്നെ അല്ലെങ്കിൽ വർക്കിന്റെ ഇടയ്ക്ക് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ചിന്തയാണോ നിങ്ങൾക്ക്? അന്ന് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടായിരുന്ന സമയം പഠിക്കാനാണ്, പക്ഷെ ഇന്ന് ഏറ്റവും കുറവ് നിങ്ങൾക്കുള്ള സമയം പഠിക്കാനാണ്, അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഓരോ സമയത്തും നമ്മളിപ്പോ അഡൽട്ട് ലേണിംഗിൽ വരുമ്പം നമ്മളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മളൊരു കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്താൽ മതി. ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ടൈം വേണം എന്നൊന്നും പറയുന്നില്ല. എപ്പോഴായാലും ഒരു കോമൺ ആയ രീതിയിൽ സ്റ്റെബിലിറ്റിയോട് കൂടി തന്നെ കുറച്ച് കുറച്ച് പഠിച്ചു പോകാനുള്ള ഒരു ടൈമോ പ്ലാനോ നിങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രം മതി, നമ്മൾക്ക് നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി റിയൽ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോബ്ലം ഒന്നും അല്ല, അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചിട്ടാ. നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ വസ്തുക്കളും നല്ലതാണ്, നമ്മൾ അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ എങ്ങനെ അതിനെ രൂപകൽപ്പന ചെയ്യുന്നു, അങ്ങനെയാണ് അതിനൊരു ഭംഗി ഉണ്ടാവുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കെല്ലാം മോശമായി തോന്നും. അത് തന്നെയാണ് ഇപ്പൊ വർക്കിലാണെങ്കിൽ, അല്ലെങ്കിൽ ഷിഫ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം നമുക്ക് സമയം ആവശ്യമായിട്ട് വരുന്നു, എനർജി ആവശ്യമായിട്ട്, നമുക്കൊരു ഇറഗുലർ ആയിട്ടുള്ള സ്കെഡ്യൂൾസ് വരുന്നു. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കവിടെ ഒരു പ്രോബ്ലമാണ്. ഇപ്പം നമ്മൾ രാവിലെ 9 തൊട്ട് 5 മണി വരെ ജോലിക്ക് പോകും, ഇല്ലേ? ആ ഒരു ടൈം സ്ട്രക്ചറിൽ നമ്മൾ പോവാണ്. അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ രാവിലെ റെഡിയാകുന്നു, ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും കോഴ്സിനൊപ്പമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ കോഴ്സിന് പോകുന്നു, തിരിച്ച് നിങ്ങൾ വരുന്നു. നിങ്ങളുടേതായ ടൈം പ്ലാൻ ചെയ്ത് റെഗുലർ ബേസിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റും. അതേ സ്ഥാനത്ത് ഒരു ദിവസം നിങ്ങൾ അഡീഷണൽ ടൈം കൊടുക്കാൻ പോയാൽ നിങ്ങൾ ജീവിതത്തിൽ റൂട്ടീനായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളുടെ സമയം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് പ്രഷറും ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ വർക്ക് ഷിഫ്റ്റും ഒരു കാര്യം തന്നെയാണ്. റെഗുലർ പാറ്റേണിൽ ഒരു കാര്യവും നമ്മുടെ സ്കെഡ്യൂൾഡ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു, അത് വർക്ക് റിലേറ്റഡ് ആവുന്നു. രണ്ടാമത്തേത് ഫാമിലി റെസ്പോൺസിബിലിറ്റി, ഇല്ലേ? നമുക്ക് കുടുംബത്തിൽ നമ്മളുടേതായ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കെയർ ഗീവിങ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താ, അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മൾക്ക് വീട്ടിൽ ചെയ്തു തീർക്കാനുള്ള ഡ്യൂട്ടീസ്, നമ്മുടെ കമ്മിറ്റ്മെന്റ്സ്, അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു നിശ്ചിത സമയം ചെലവഴിച്ചില്ല, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോഴും എന്താണ്, ലൈഫ് നമുക്ക് പ്രോബ്ലം ആയിട്ട് തോന്നുന്നു. രണ്ടാമത്തത് ലോ എനർജിയുടെ, ചില സമയത്ത് ഹെപ്റ്റിക് ആയിട്ടുള്ള ജോലി ചെയ്തിട്ട് വരികയാണ്, ഇല്ലേ? ആ സമയത്ത് എന്താണ്, നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് സമയം കൊടുക്കാനോ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്, നമ്മുടെ ക്ഷീണം കൊണ്ട്, അല്ലെ? നമ്മളുടെ എനർജി കുറയുന്നത് കൊണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമാണ്. എന്ത് കണ്ട് ഇതിനൊക്കെ വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രോബ്ലം ആണ് എന്ന് കണ്ടിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കാതെ അതിനെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുക. ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാവുന്നതാണ്. ഇതെല്ലാം ഫേസ് ചെയ്ത് വേണം നമ്മൾ ഓരോ സമയത്തും കടന്നു പോകാനായിട്ട്. ഇതെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തംസപ്പ് വരാം. കാരണം റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. കാരണം നമ്മളത് പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്. എപ്പോൾ പഠിക്കണം, എങ്ങനെ, ആർക്ക് സമയം കണ്ടെത്തണം, എങ്ങനെ പോകണം, നമ്മുടെ ജോലിയിൽ എന്തെല്ലാം ചെയ്യണം എന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം വരത്തില്ല. ഇപ്പൊ ഈ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഴയ ഒരു സിനിമയിലെ ഡയലോഗ് ഓർക്കാം. മിഥുനം സിനിമയിലെ ഉർവശി പറയുന്നുണ്ട്, നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല,
അന്ന് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവിടെയും എന്താണ് കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങളും വരികയാണ്. കാരണം നേരത്തെ കിട്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പൊ കിട്ടുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല. അതെന്താണ്? നമ്മളിപ്പോ എല്ലാത്തിനും ഒരു വാല്യൂ കൊടുക്കണം, ഇല്ലേ? ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ വാല്യൂ കൊടുക്കണം. കാരണം ഓരോരുത്തരും നമ്മളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും നമ്മളുടെ ചെറിയ മൈന്യൂട്ട് മിനിറ്റുകൾക്ക് പോലും വില കൽപ്പിക്കുന്നതാണ്. അപ്പൊ അതിനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് പോവാന്നുള്ളതാണ്. അങ്ങനെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്താൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു സക്സസ് ആയിരിക്കും. പെർഫെക്റ്റ് പ്ലാനിങ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരു കോമൺ വേയിൽ എല്ലായിടത്തും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ബിൽഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് വൈ പീപ്പിൾ സ്റ്റോപ്പ്. നമ്മൾ അഡൽട്ട് ലേണിംഗിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തുക. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാണ് എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വർക്കൗട്ട് ആവുന്നില്ല, ഞാൻ ഇതിന് ബ്രേക്ക് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറട്ടെ, ഞാനൊന്ന് ടൈം എടുത്ത് വരട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് വൺ എന്താണ്? അൺക്ലിയർ ഡിറക്ഷൻ, ഇല്ലേ? നമ്മൾക്കറിയില്ല എങ്ങനെ പഠിച്ചു പോകണം. ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസമൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകും. മൂന്നാമത്തെ ദിവസം എന്തെങ്കിലും ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടോ പ്രോപ്പർ ആയിട്ട് നോക്കാൻ പറ്റിയെന്ന് വരികയില്ല. എന്ന് കണ്ടിട്ട് എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നൊരു ചിന്ത, ആ ഒരു താല്പര്യക്കുറവ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ പിന്നെ നിങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളായിട്ട് തുടങ്ങി വെച്ച് അല്ലെങ്കിൽ നമ്മളായിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലേണിംഗ് അല്ലെങ്കിൽ തുടങ്ങി വെച്ച ഈ പഠിത്തത്തെ ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരു വസ്തുവായി നിങ്ങൾ കാണാനേ പാടില്ല. നമ്മൾക്ക് ഒരു ദിവസം പഠിച്ചു, രണ്ടു ദിവസം പഠിച്ചു, മൂന്നാമത്തെ ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, വിടുക. അത് കഴിഞ്ഞുള്ള ദിവസം അത് പഠിക്കാനായിട്ട് നോക്കുക. അല്ലാതെ തന്നെ ഞാൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം തൊട്ട് നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. അതിപ്പോ എന്ത് കാര്യമാണെങ്കിൽ പോലും എന്തിനു വേണ്ടി എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നോ, നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യം കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ ആദ്യമേ വിടുക. അതിന് കറക്റ്റായ ഒരു ഡയറക്ഷൻ മാപ്പ് നമ്മൾ ഈ സെഷനിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഓവർ പ്ലാനിങ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ചുമ്മാതിരുന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓവർ പ്ലാനിങ്. കൂടുതൽ നമുക്കുള്ള കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. ഇന്ന് ഇത്രയും ചെയ്യണം, ഇന്ന് ഞാൻ രണ്ടല്ലെങ്കിൽ 4 ബ്ലോക്ക് ഞാൻ ഇന്ന് നോക്കും, നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കും. നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വയം ഡീമോട്ടിവേറ്റഡ് ആയി പോവാൻ നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്താണെന്ന്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യതയോടെ മനസ്സിലാക്കി കുറച്ച് കുറച്ച്, ആദ്യമേ ഓവറായിട്ട് ലോഡ് എടുത്ത് വെക്കാതെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓരോ ഖണികകളായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടുത്തത് മൂന്നാമത്തെയാണ് ഗിൽറ്റ് പ്ലസ് വർക്ക്, ഇല്ലേ? ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റബോധമാണ്. ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കരുത്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, അതവിടെ പോസ് ചെയ്ത് വെക്കുക. പറ്റിയില്ലെങ്കിൽ, ഇന്ന് പറ്റിയില്ലെങ്കിൽ വേണ്ട, നാളെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത വേണം. ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, അവിടെ പല കാരണങ്ങൾ കൊണ്ടാവാം. ഒരിക്കലും നമ്മളുടെ മടി കൊണ്ടാവണമെന്നില്ല, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. അപ്പൊ അതിനെ അതൊരു കുറ്റബോധമായി കണക്കാക്കാതെ നമ്മളതിൽ നിർത്തി വെക്കാതെ അതിന്റെ റീസ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ മോട്ടിവേഷൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ലേ? ഓരോ കാര്യങ്ങളും മീൻസ് എപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ആരെങ്കിലും ഒരാൾ പറയണം ചെയ്യ് ചെയ്യ് എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ കൂടുതലാവാം കുറവാകും, പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്താവരുത്. നമ്മൾ ആ ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും വേണം. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്നും അത് കൃത്യമായി ചെയ്തു പോകാൻ എനിക്ക് സാധിക്കും എന്നൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ വേണം. എപ്പോഴും ആരെങ്കിലും പുറകിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആണ്, ഇത് എന്റെ കാര്യമാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് ലൈഫ് ഇന്ററപ്ഷൻ. ജീവിതമായാൽ എപ്പോഴും തടസ്സങ്ങൾ വരും, പല കാരണങ്ങൾ കൊണ്ടാവാം, ഇല്ലേ? നമ്മളായിട്ടൊരു ഇന്ററപ്റ്റ് ഉണ്ടാക്കുന്നില്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മളൊരു പുതിയൊരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്താൽ ഒരു 90% അഭിപ്രായങ്ങളും ചിലപ്പോൾ തടസ്സങ്ങളായിരിക്കും. അതിലൊരു 10% മാത്രമായിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് വരുന്നുണ്ടാവുക. അടുത്തതാണ് ഗിൽറ്റ് പ്ലസ് ഫിയർ എന്ന് പറയുന്നത്. ഗിൽറ്റ് പ്ലസ് ഫിയർ എന്ന് പറയുന്നത് ചിലപ്പം ചില കാര്യങ്ങൾ മീൻസ് ഞാനിപ്പം അസൈൻമെന്റ് എഴുതിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തില്ല, വിട്ടുപോയിരിക്കുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. ഇനി എന്ത്, എനിക്കിത് തുടരാൻ പറ്റുമോ, എനിക്ക് തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഭയം, അതും നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് കൊണ്ടുവരും.
ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾക്ക് എപ്പോൾ അത് ചെയ്യാൻ സാധിക്കും, നെക്സ്റ്റ് എന്ന് എനിക്കിത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ടാണ് പോകേണ്ടത്. ഒരിക്കലും ഒരു കാര്യം ചെയ്തു അവിടെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാതെ അടുത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം ഓരോ മൂമെന്റ്സും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അടുത്തത് വി റീപ്ലേസ് ഇറ്റ് വിത്ത് എ റിട്ടേൺ ലുക്ക്, ഇല്ലേ? നമ്മളിപ്പോ പറഞ്ഞു, ഇപ്പൊ നമ്മളുടെ എന്താണ് നമ്മുടെ ഇഗ്നു പ്രോഗ്രാമിന്റെ കംപ്ലീഷന്റെ ഭാഗമായിട്ട് നമുക്ക് എക്സാം രജിസ്ട്രേഷനും അതേപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷനും പേയ്മെന്റ് എക്സാമിനേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ അസൈൻമെന്റ് എഴുതി വെച്ചാൽ മാത്രം, ഇപ്പൊ എക്സാമിന് രജിസ്ട്രേഷൻ മാത്രം പറ്റത്തില്ല, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇയർലി കോഴ്സുകാർക്ക് വർഷത്തിൽ ഒരു ഘട്ടവും അതേപോലെ സെമസ്റ്ററുകാർക്ക് 6 മാസത്തിലുമാണ് അസൈൻമെന്റ്സ് വെക്കേണ്ടത്. ഇൻ കേസ് എക്സാം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു പക്ഷെ അസൈൻമെന്റ് വെക്കാൻ സാധിച്ചില്ല, അസൈൻമെന്റ് വെക്കുക, ആ ഒരു സ്ലിപ്പ് നമുക്ക് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആ ഒരു ഫ്ലോയിൽ ഒരു ബ്രേക്ക് വരുന്നു, അസൈൻമെന്റ് നമ്മൾ വെച്ചില്ല, ഉടനെ എന്താണ് എന്റെ 6 മാസം നഷ്ടപ്പെട്ടു. എനിക്ക് ശരിയാണ്, ഇപ്പം നമുക്ക് ജാൻ 26 സ്റ്റുഡൻസ് ആണ്, സെമസ്റ്റർ വൈസ് സ്റ്റുഡൻസിന് ഏപ്രിലാണ് അസൈൻമെന്റ് വെക്കേണ്ടത്, നിങ്ങൾ ആ അസൈൻമെന്റ് വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, ഉടനെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്താണ്? എന്റെ 6 മാസം നഷ്ടപ്പെട്ടു, ഇത് എനിക്ക് ഇവിടെ വെച്ച് ബ്രേക്കായി, എനിക്കിത് തുടർന്ന് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അവിടെ നഷ്ടബോധവും കുറ്റപ്പെടുത്തലുമാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർത്തുക. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അസൈൻമെന്റ് ജൂണിൽ എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ എഴുതി വെക്കാൻ പോകുന്ന അസൈൻമെന്റിന് വാലിഡിറ്റി ഉണ്ട്. അടുത്ത എക്സാം എപ്പോഴാണ് വരുന്നത്? അടുത്ത എക്സാം ഡിസംബറിലാണ് വരുന്നത്. ഡിസംബറിലെ എക്സാമിനേക്ക് വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണോ ഇത്? ആണെങ്കിൽ ആ ക്വസ്റ്റിന്റെ അസൈൻമെന്റ്, ആ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങുക. ഇപ്പൊ വാലിഡിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം, നമുക്ക് ഡിസംബറിലേക്ക് എക്സാമിന് വേണ്ടി വേറെ അസൈൻമെന്റ് ആണ് വെക്കേണ്ടത്. അപ്പൊ ഡിസംബറിൽ എക്സാം, ജൂണിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഡിസംബർ ആണ്. ഡിസംബറിൽ നമ്മൾ എക്സാം എഴുതും എന്ന് ഉറപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. എന്ന് കണ്ട് ഒരു സബ്ജക്റ്റ് ഒറ്റയടിക്ക് പഠിക്കാന്നല്ല, കുറച്ചു കുറച്ചായിട്ട് വളരെ ലളിതമായ പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങും. ഒരിക്കലും ഒരിടത്ത് നമ്മൾക്ക് ബ്രേക്ക് വന്നു, ഒരിടത്ത് ഒരു പാളിച്ച വന്നു എന്ന് പറഞ്ഞ് മൊത്തം അങ്ങ് വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കാതെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അടുത്തത് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. അതും വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എന്താണ് നെക്സ്റ്റ് 48 മണിക്കൂറിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? അടുത്ത ദിവസം ഞാൻ ഇന്ന് ഞാൻ ഇത്ര പോർഷൻസ് പഠിച്ചു, ഒരു യൂണിറ്റ് ഞാൻ വീഡിയോസ് കണ്ടു, 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ കണ്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അല്ലെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ന് കണ്ട വീഡിയോസിന്റെ നോട്ട്സ് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നോട്ട് ചെയ്തെടുക്കും എന്ന് മനസ്സിലാക്കും. എന്നിട്ട് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി പോകുന്നു. വളരെ ലളിതമായ രീതിയിൽ, ലളിതമായ പ്ലാനിൽ കുറച്ചു കുറച്ച് കാര്യങ്ങൾ വെച്ച് പഠിച്ചു പോവുക. നമ്മൾ പറയത്തില്ലേ പിച്ചാത്തിക്കൊക്കെ മൂർച്ച കൂട്ടുക എന്ന് പറയത്തില്ലേ? ഉപയോഗിക്കാതിട്ടിരിക്കുന്ന ഒരു വസ്തു, നമ്മളൊരു എന്താണ്, നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നുണ്ട്, നമ്മൾ കറിക്കൊക്കെ അരിയുന്ന കത്തി ഉണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതെന്താ, തുരുമ്പിച്ചു പോകത്തതേ ഉള്ളൂ. നമ്മളത് പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അവിടെ ഇട്ട് അത് അവിടെ കിടക്കും. അതെടുത്ത് ഓരോ ദിവസവും ചെറുതായി ഒന്ന് ഉപയോഗിച്ച് തുടങ്ങി രാഗി രാഗി കൊണ്ടുവരുമ്പോൾ എന്താ, ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധമാണത്. അത് തന്നെയാണ് നമുക്കും ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പകുതി പകുതിയെ ഓരോ ദിവസം സ്ട്രക്ചറൈസ് ചെയ്ത് കുറച്ച് കുറച്ച് പഠിച്ചു പോയി നിങ്ങൾക്ക് ഒരു ക്ഷീണവും തോന്നത്തില്ല, നിങ്ങൾക്ക് ഇത് ഭാരിച്ചൊരു കാര്യമാണെന്നേ നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾക്ക് ഓരോ ദിവസവും സ്ട്രക്ചറൈസ് ചെയ്ത് പോവാം. ഇന്ന് നിങ്ങൾ 10 മിനിറ്റ് ചെലവഴിച്ച് നിങ്ങൾ പഠിക്കുന്നത് 2 സെന്റൻസ് ആണ് എങ്കിൽ നാളെ 10 മിനിറ്റ് അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതേ ദിവസം 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 10 സെന്റൻസ് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ. അതൊരു മൂർച്ചയേറിയ ഒരു ആയുധം തന്നെയാണ്, പക്ഷെ നമ്മൾ അതിനെ രാഗി മിനിക്ക് ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും അതിന്റെ ഉപയോഗം. അതേപോലെ തന്നെ പല കാര്യങ്ങളും അസൈൻമെന്റ് എഴുതുമ്പോൾ സ്റ്റുഡൻസ് പറയാറുണ്ട്, മിസ്സേ പറ്റത്തില്ല, 1 മാസം കൊണ്ട് എനിക്ക് ഒരു അസൈൻമെന്റ് തീർക്കാൻ ഒക്കില്ല. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് എഴുതി വഴക്കമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ അസൈൻമെന്റ് എഴുതാൻ എടുക്കുന്ന ബുദ്ധിമുട്ട് രണ്ടാമത്തെ അസൈൻമെന്റിൽ നിങ്ങൾക്ക് വരില്ല. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കറക്റ്റ് ആവും, നിങ്ങൾക്ക് ആ ഒരു സ്പീഡ്നെസ് വരും. ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒരിക്കലും ഒരു കുട്ടിയും സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ ഫേസ് ചെയ്യാറില്ല. കാരണം എന്താണ്, അവരത് യൂസ്ഡ് ആയി ചെയ്ത് ശീലിച്ചു വരുന്നു. ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ എന്താണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. മനുഷ്യന് സാധിക്കാതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ചെയ്യണം എന്ന ബോധവും ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ പ്ലാനും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നത്. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുക. എപ്പോ എവിടെ പോയാലും അതിനെ ഒരിക്കലും പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കാതെ റീസ്റ്റാർട്ട് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ബിലീഫാണ് നിങ്ങളെ ഓരോ പടിയിലേക്കും ഉയർത്തിക്കൊണ്ട് വരുന്നത്. അടുത്തതായിട്ട് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, മാജിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല.
മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. ആ നേട്ടം അല്ലെങ്കിൽ ആ ഒരു പഠനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ എന്താ കുറയുന്നത്? തടസ്സങ്ങൾ കുറയുന്നു. അപ്പം മീനിങ് പ്ലസ് ബിലീഫ് മൈനസ് ഫ്രിക്ഷൻ. മീനിങ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, ഈ ഒരു കോഴ്സ് നമ്മൾ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ എക്സാക്ട് മീനിങ് മനസ്സിലാക്കുക. എന്നിട്ട് അത് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ വിശ്വാസം, അവിടെ നിങ്ങൾക്ക് അത് വിശ്വാസം ഉണ്ട് എങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തടസ്സങ്ങളാണ്. ആ ഫ്രിക്ഷൻ നമുക്ക് കുറവായിരിക്കും, നമുക്ക് തടസ്സങ്ങൾ വളരെ കുറവായിരിക്കും, നമുക്ക് എന്താണ് സക്സസിലോട്ട് പോവാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, മീനിങ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഇപ്പം MBA ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ MA സൈക്കോളജിയിൽ ജോയിൻ ചെയ്യുന്നു, കെമിസ്ട്രിയിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ നമുക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട് എന്തിനു വേണ്ടി? ബെറ്റർ ജോബിന് വേണ്ടിയിട്ട്, നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥിരമാവാനും അത് നിലനിന്ന് പോവാനും. അതല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ്? ബെറ്റർ ജോബ്, ഇതിനെക്കാട്ടിൽ നല്ലൊരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു സാലറി കിട്ടാൻ വേണ്ടി. ചിലർ പറയാറുണ്ട് എനിക്കൊരു വിദ്യാഭ്യാസം എന്നൊരു സാധനം നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ അറിവ് ഒരാൾക്കും നമ്മളിൽ നിന്നും പറിച്ചെടുത്ത് കളയാനോ അല്ലെങ്കിൽ കട്ടെടുത്തോണ്ട് പോകാനോ സാധിക്കത്തില്ല. നമ്മൾക്ക് നമ്മളുടെ മരണം വരെ നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അതിപ്പോ ഒരു സർട്ടിഫിക്കറ്റിലോ കാര്യങ്ങളോ അല്ല. എന്റെ അറിവ്, ഞാനിപ്പം PG കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതൊരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ മാത്രമല്ല, എന്നിലുള്ള അറിവാണ്. അത് ഞാൻ ഓരോ സമയത്തും എന്താണ് കൂട്ടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു പ്രായം എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല. അതെപ്പോ വേണേ നമ്മൾക്ക് ആഗ്രഹമുള്ള കാലം വരെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ എന്താ അൺബ്രേക്കബിൾ ഒരു അസറ്റ് തന്നെയാണ്, എന്നും നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു അസറ്റ് തന്നെയാണ്. അപ്പൊ അത് നമ്മൾക്ക് എല്ലായിടത്തും എന്താണ് ഒരു ഉയർച്ചയാണ് തരുന്നത്, അല്ലെ? നമ്മൾക്കൊരു നമുക്ക് സ്വയം നമ്മളോട് തോന്നുന്ന ഒരു റെസ്പെക്ട് കൂടിയിട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ഏത് സമയത്തും നമുക്ക് നേടിയെടുക്കാം. അതുകൂടാതെ തന്നെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ ചെന്ന് നിന്ന നമ്മൾ എന്താണ് എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ നമുക്കൊരു പവർ എന്നല്ല, റെസ്പെക്ട്, നമുക്കൊരു വില നമ്മൾക്ക് സ്വയം തോന്നുക ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, വെച്ചാൽ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് റുട്ടീനായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് ഇല്ലേ? പണ്ടത്തെ കൂട്ടൊന്നും അല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ജെൻസി കാലം വന്നിരിക്കുന്ന ടൈമാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിൽ പോലും കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഒരു പഠിത്തം നമ്മൾ തുടങ്ങുന്ന അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബെറ്റർ ജോബ് ഓപ്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, ഫാമിലിയിൽ ഒരു, അല്ലെങ്കിൽ എന്റെ ഫാമിലി ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പം അല്ലെ ഫ്യൂച്ചറിൽ പറയാമല്ലോ, ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെയായിരുന്നു, ഞാൻ പഠിച്ച സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത് എന്നൊക്കെ ഒന്ന് പറയാനും പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളെല്ലാം അടുത്ത, അല്ലെ ഒരു കാലം കഴിയുമ്പോൾ നമുക്കതൊരു കഥ പോലെ ഓർത്തെടുക്കാം. നാളത്തെ സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ഈ കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. നാളെ നമ്മൾ അലൂമിനി മീറ്റിൽ നമ്മുടെ പാസ് ഔട്ട് ആയി പോയ സീനിയർ സ്റ്റുഡൻസ് ഒക്കെ അവരുടേതായ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റോറീസ് അടുത്ത അലൂമിനി മീറ്റിൽ ഷെയർ ചെയ്യാൻ നിങ്ങളും പ്രാപ്തരാവേണ്ടേ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അടുത്തത് ബിലീഫാണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, നമ്മളൊരു അൺറിയലിസ്റ്റിക് പ്ലാനും റിയലിസ്റ്റിക് പ്ലാനും കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊരു കലണ്ടർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, അതിനകത്ത് എല്ലാ ദിവസവും പഠിക്കുമെന്നാണ് അൺറിയലിസ്റ്റിക് ഇല്ലാതെ കൊടുത്തിട്ടുള്ളത്. അത് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ആയാൽ എന്താണ്, മൊത്തത്തിൽ പോകും. ഇപ്പൊ തിങ്കളാഴ്ച പഠിക്കാന്ന് വിചാരിച്ച പോർഷൻസ് പറ്റിയില്ല. ഞാൻ തിങ്കളാഴ്ച പഠിച്ചില്ല, ചൊവ്വാഴ്ച പഠിക്കാന്ന് വിചാരിച്ചു, തിങ്കളും ചൊവ്വയും കൂടെ പറ്റിയില്ല. എന്താ, അത് രണ്ടും കൂടെ എടുത്ത് ബുധനാഴ്ച കൊണ്ടിടുന്നു, വെനസ്ഡേയിൽ കൊണ്ടിടുന്നു. അപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഇത്രയും ദിവസത്തിൽ എന്റെ എന്താ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ്. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കൊടുക്കാതെ നിങ്ങൾ ഇപ്പോഴത്തെ റിയലിസ്റ്റിക് പ്ലാൻ നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മിസ് ആഴ്ചയിൽ നോക്കാവൂ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ നോക്കൂ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ വർക്ക് ലൈഫും നിങ്ങളുടെ ഫാമിലി ലൈഫും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ, എനിക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ എന്താണ് ലൈഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തിരക്കും കാര്യങ്ങളും എങ്ങനെയാണോ, അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയം അതിന് മാത്രമായിട്ട് എടുക്കുക. അതൊരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂർ നിങ്ങളായിട്ട് മാറ്റി വെക്കുക. അത് നിങ്ങൾ അച്ചീവ് ചെയ്തു പോകാൻ ചെറിയ ചെറിയ പ്ലാനിലൂടെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ എല്ലാ ദിവസവും ഞാൻ പഠിക്കും, എല്ലാം കൃത്യമായിട്ട് പോകും എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിനൊരു ബ്രേക്ക് വന്നാൽ വലിയ നഷ്ടബോധമാണ്. അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. സ്വാഭാവികമാണ്, നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാതെ
റിയലിസ്റ്റിക് ആയിട്ടൊരു പ്ലാൻ കൊണ്ടുവരിക. ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ ഇന്ന് ഫസ്റ്റ് ഈ ഒരാഴ്ച കൊണ്ട് ബ്ലോക്ക് 1 തീർക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ 3 ദിവസം കൊണ്ട് ബ്ലോക്ക് 1 തീർത്തേക്കാം. അവിടെ നമുക്ക് ആത്മവിശ്വാസമാണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ്. ഞാൻ 7 ദിവസം കൊണ്ട് ഒരു ബ്ലോക്ക് തീർക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റി. എഗെയിൻ 4 ദിവസം എനിക്ക് കിടക്കുകയാണ്, വേണമെച്ചാൽ എനിക്ക് അടുത്ത ബ്ലോക്കും നോക്കാം. അപ്പൊ സ്വയം മോട്ടിവേറ്റഡ് ആവുകയാണ്, ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, എനിക്ക് ഇതിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ കപ്പാസിറ്റി ഞാൻ സ്വയം മനസ്സിലാക്കുകയാണ്, അതിനനുസരിച്ച് എനിക്ക് പ്ലാൻ ചെയ്ത് പോകാനും സാധിക്കും. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് നോക്കുന്നത് ഫ്രിക്ഷൻ. നമ്മൾ പറഞ്ഞത് തടസ്സങ്ങൾ, മെയിൻ ആയിട്ടുള്ള തടസ്സമാണ് ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും, മിസ് ലേൺവൈസിന്റെ ആപ്പ് ഫോൺ വഴിയല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഫോണിൽ നോക്കാതിരിക്കുന്നത്? ശരിയാണ്, ആൻഡ്രോയിഡും ഉണ്ട്, വെബും ഉണ്ട്, രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നോട്ടിഫിക്കേഷൻസ് ഒന്ന് മാറ്റിയിടും. പിന്നെ നിങ്ങളാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ചെലവഴിക്കുന്ന 10 മിനിറ്റ് ആയിക്കോട്ടെ, അത് പഠനത്തിന് മാത്രമായിട്ട് എടുക്കുക. ആ റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, കറക്റ്റ് കാര്യമാണ്. ആൻഡ്രോയിഡ് ആപ്പ് അല്ലേ, ഞാൻ ഫോൺ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതൊരു ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലേ, ഫോൺ ഉപയോഗിക്കാതെ ഞാൻ എന്ത് ചെയ്യും? സ്വാഭാവികം. പക്ഷെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക, പക്ഷെ ഇന്ററപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ ബാഹ്യ ശക്തികളൊക്കെ ആക്രമിച്ചേക്കാം, പക്ഷെ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നോക്കുക. എനിക്ക് പഠിക്കണം, ഞാൻ 10 മിനിറ്റേ പഠിക്കൂ, പക്ഷെ ആ 10 മിനിറ്റ് ഞാൻ പഠനത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. അല്ലാതെ 10 മിനിറ്റ് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് 1 മിനിറ്റ് ഇൻസ്റ്റയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾക്ക് നോക്കിയേക്കാം, സ്ക്രോൾ ചെയ്താൽ നിങ്ങൾ 1 മണിക്കൂറായിരിക്കും അവിടെ കളയുന്നത്. ഒന്നല്ല രണ്ടല്ല, എത്ര മണിക്കൂർ പോകുന്നു എന്ന് നിങ്ങൾ പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന സമയം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠനം മാത്രം നോക്കുക. അല്ലാതെ വേറെ കാര്യം, പല കാര്യങ്ങൾ വന്നേക്കാം, മെസ്സേജസ് വന്നേക്കാം, നോട്ടിഫിക്കേഷൻസ് വന്നേക്കാം. ഒന്നെങ്കിൽ അതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്തിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മുടെ സമയം വെറുതെ പോവുകയാണ്. ഒരു 4-5 വീഡിയോസ് സ്ക്രോൾ ചെയ്ത് കണ്ടു എന്ന് വെച്ചാൽ നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. അതേ സമയത്ത് നമ്മളൊരു 2 സെൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ SLM നോക്കി വായിച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ ഒരു ക്ലിയർ പ്ലാൻ വേണം. മീൻസ് ഇന്ന് ഞാൻ ഫസ്റ്റ് ബ്ലോക്ക് പഠിച്ചു, അല്ലെ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചു എന്ന് കണ്ട്, ഇന്നിപ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ, ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡിഗ്രിയിലെ ഒരു പേപ്പറാണ്, അപ്പൊ ആ ഒരു സബ്ജക്റ്റ് ഞാൻ ഇന്ന് എടുത്തു. ഇന്ന് ഞാൻ അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കണ്ടത്. നാളെ എന്താണ് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ നോക്കാനായിട്ട് പോകരുത്, ഇതേ സബ്ജക്റ്റിന്റെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ഒന്നുമായിട്ട് കോർത്തിണക്കി പോകണം. ഇന്ന് പഠിച്ചതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കണം നാളെ. അപ്പൊ നാളെ എന്താ നോക്കണ്ടേന്നുള്ളത് ഇന്നേ പ്ലാൻ ചെയ്യും. ഇന്ന് പഠിച്ചു കഴിയുമ്പോൾ നാളെ ഞാൻ ഇത്ര പോർഷൻസ് നോക്കും, അതൊന്നും കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം പഠിച്ചു പോകാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ഒരു ചെയിൻ ലൂപ്പിലൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ടയർഡ്നെസ് സ്വാഭാവികമാണ്. നല്ല രീതിയിൽ ഒരു വർക്ക് പ്രഷറും അതേപോലെ യാത്ര ചെയ്തും പല കുട്ടികൾ പറയുന്നുണ്ട്, ഞാനൊരു 7:30 അല്ലെങ്കിൽ 8:30 വീട്ടിൽ വരുന്നത്, അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മിസ്സേ ക്ഷീണമാണ്, അസൈൻമെന്റോ നോട്ട്സോ ഒന്നും നോക്കാൻ സമയം കിട്ടത്തില്ല. ശരിയാണ് അവർ പറയുന്നത്. ടയർഡ്നെസ് എന്ന് പറയുന്നത് ഇപ്പം അനുഭവിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ, നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഫ്രീ ആവുന്ന സമയം, ഇപ്പൊ സൺഡേ സാറ്റർഡേ നിങ്ങൾക്ക് ഓഫ് ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് 5-10 മിനിറ്റ് മതി. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നില്ല, പഠിച്ചു വെച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, ആ ജസ്റ്റ് പേജൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി പോവുക. അങ്ങനെയെങ്കിലും ആ ഒരു ലൂപ്പിൽ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മോട്ടിവേഷന്റെ ഒരു ഡ്രോപ്പ് ടൈം. ഇവിടെ നമ്മളുടെ ലക്ഷ്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ ഒരു വർക്ക് പ്രോഗ്രസ്, നല്ലൊരു ബെറ്റർ ജോബിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. എക്സാക്ട് മീനിങ് മനസ്സിലാക്കുക, എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ കൃത്യമായ ഒരു പ്ലാൻ കൊണ്ടുവരുന്നു. നമ്മുടെ വിശ്വാസം, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു പ്ലാൻ ഞാൻ സ്ട്രക്ചറൈസ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റായി പോവുകയാണെങ്കിൽ തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഇന്ററപ്ഷൻ നമുക്ക്, അല്ലെ ഓബ്സ്റ്റക്കിൾസ് നമ്മൾക്ക് തീർച്ചയായും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നും അതിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും ലളിതമായ പ്ലാനിലൂടെ കുറച്ച് കുറച്ചായിട്ട് എങ്ങനെ നമുക്ക് അത് നേടിയെടുക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡിറക്ഷൻ ആണ്. ഡിറക്ഷൻ എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് കരിയർ പ്ലാൻ ചെയ്യാനുള്ള ഡിറക്ഷൻ ഒന്നുമല്ല. എന്നാൽ പോലും നമുക്ക് നമ്മളുടേതായ സ്റ്റഡീസിൽ, അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ജേർണിയിൽ നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിറക്ഷനിൽ നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്കൊരു 3 ലൈൻസ് ഡിറക്ഷൻ മാപ്പ് ഉണ്ട്. അതിൽ ഹു ആം ഐ ബിക്കമിങ്, ഞാൻ ആരാവാൻ പോകുന്നു,
എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ റിയാലിറ്റി ശരിക്കും എന്താണ്, റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു 3 ലൈൻസ് ഡയറക്ഷൻ മാപ്പ് നമ്മളെ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും, മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആരാവാനായിട്ട് പോകും, നമ്മളൊരു ഫിനിഷ്ഡ് പേഴ്സൺ മീൻസ് വിദ്യാസമ്പന്നരായ ഒരു ഫിനിഷ്ഡ് പേഴ്സൺ ആവുകയാണ്. മീൻസ് നമ്മൾ എന്തെങ്കിലും കുറവുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലിയർ ചെയ്യാനാണോ നമ്മളിത് ചെയ്യുന്നത്. അതേപോലെ ഒരു സ്റ്റഡി ലേണിംഗ്, ഒരു കൃത്യതയോടെ ഒരു ലേണിംഗ് പാറ്റേൺ കൊണ്ടുപോകുന്നു. പിന്നെ അതുകൂടാതെ തന്നെ മറ്റുള്ളവരുടെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു റെസ്പെക്റ്റിനോ അല്ലെങ്കിൽ കൺട്രോളിനോ വേണ്ടിയിട്ടാണോ നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ പഠിത്തം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു മനസ്സിലാക്കുക. നമ്മളുടെ ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ ഒരു പഠനം കൊണ്ട് എന്താവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമതായി നമ്മുടെ ലൈഫ് എന്താണെന്ന്, ലൈഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി ആണോ, നമ്മളൊരു റെസ്പെക്റ്റ് ആണോ, അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്, ഞാൻ പഠിച്ചതിന് ശേഷം എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, റിയാലിറ്റി. റിയാലിറ്റിയിൽ എന്താണ് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ ലൈഫ് ഇന്ന രീതിയിലാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ചിലർ പറയാറുണ്ട്, ഞാൻ എന്താണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന ജോലി നോക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് പോകുന്നു എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും, എങ്ങനെ വേണം എന്നെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഇതിനൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ടൈം അവൈലബിൾ ആണോ, ഓരോന്നിനും കൊടുക്കാനായിട്ടുള്ള ടൈം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ, നമ്മുടെ കറണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടാണോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മളതിൽ കേപ്പബിൾ ആണോ അല്ലയോ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ആദ്യം ഐഡന്റിറ്റി, ദെൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്നൊരു റിയാലിറ്റി എന്താണ്, നമ്മുടെ ലൈഫ് എങ്ങനെ വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഫീസിബിൾ ആണോ അല്ലയോ എന്ന്, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ, അതിനാവശ്യമായ സമയം, അതിനാവശ്യമായ നമ്മളുടെ നിലവിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടാണോ എന്നും, പിന്നെ നമ്മൾ ഫിസിക്കലി അതേപോലെ തന്നെ മെന്റലി അതിന് കേപ്പബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ടാസ്ക് ഉണ്ട്, അത് നിങ്ങൾ എങ്ങും സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനോ വേണ്ടിയില്ല, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കുന്ന കാര്യമാണ്. ഈ ഒരു സെന്റൻസ് നിങ്ങൾ കണ്ടില്ലേ, ഐ ആം കംപ്ലീറ്റ് ടു ബിൽഡ്. എന്റെ ഡിഗ്രി അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ PG പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യുന്നത് നല്ലൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനി ഒരു എന്താണ് എൻഗേജ്ഡ് ആവാൻ. ചില റിട്ടയർഡ് ആയ ഇപ്പോൾ ആൾക്കാർ കാണും, റിട്ടയർമെന്റ് ലൈഫിലൊക്കെ ഉള്ള ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു, പെട്ടെന്ന് എനിക്ക് വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് എൻഗേജ്ഡ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, അത് എങ്ങനെ റിയാലിറ്റിയിൽ കൊണ്ടുവരും. ഞാൻ എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇന്ന ആവശ്യത്തിനകത്ത്, അതിനായി ഞാൻ ചെയ്യുന്ന മാർഗം ഈ ഒരു പഠനം പൂർത്തിയാക്കാനായിട്ട് ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെക്കും, അല്ലെ ഒരു ദിവസം ഇത്ര മിനിറ്റ് ഞാൻ മാറ്റിവെക്കും, ഈ രീതിയിൽ ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കും എന്ന് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ആ പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ലളിതമായ ഒരു പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, എങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെയാണ് മോട്ടിവേറ്റഡ് ആവുന്നത്, വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതിപ്പോഴേ എഴുതി നിങ്ങളൊരു നോട്ടിൽ തയ്യാറാക്കി വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ നോക്കുക, നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മൊമെന്റം പ്ലാൻ ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു മൊമെന്റം പ്ലാൻ ഉണ്ടെന്ന്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു 90 ഡേയ്സിന് മൊമെന്റം പ്ലാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് സൈക്കോളജിയിലെ മെന്റർ ആയിട്ടുള്ള ഷെജിയ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. സോ താങ്ക് യു വാണി മാം. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷെജിയ. ഞാൻ ലേൺ വൈ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. സോ വാണിമാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്വിക്ക് റീക്യാപ്പ് എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ വാണിമാൻ മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്തത് ഡിറക്ഷനെ കുറിച്ചിട്ടായിരുന്നു. അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു അഡൾട്ട് ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഈ ലൈഫിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്, ആ ഒരു ഡിറക്ഷൻ ആണ് മാം പറഞ്ഞത്. പിന്നെ മെയിൻ ആയിട്ട് മാം പറഞ്ഞത് നമ്മളെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് നമുക്ക് പഠിക്കാൻ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും അല്ലെ.
സോ അതിനെക്കുറിച്ചൊക്കെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മെയിനായിട്ട് ഞാൻ ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത് മൊമെന്റത്തെ കുറിച്ചാണ്. സോ നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് പ്ലാൻ അല്ല. നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതാണ് മൊമെന്റം എന്ന് പറയുന്നത്. നമുക്ക് ഡിറക്ഷൻ ഉണ്ട്, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഇനി ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു റിയലിസ്റ്റിക് 90-day പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ 70, 30, 90 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്ലാനിനെ ഫേസ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു നമുക്ക് ഇപ്പോ ഒരു ടാസ്കിനെ ഒരു ഫേസ് ആയിട്ട് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഗോളിലേക്ക് എത്താൻ പറ്റുന്നതാണ് പറയുന്നത്. സോ അതിൽ 7 ഡേയ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസ്. എന്നിട്ട് ആ 7 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേയ്സിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ നമുക്കൊരു പ്രൂഫാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഈ 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 90 ഡേയ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു മൈൽ സ്റ്റോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് 7 ഡേയ്സ് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് അച്ചീവ് ചെയ്യുന്നത് എന്ന് നോക്കാം. 7 ഡേയ്സിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റെബിലൈസ് എന്നതാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫിക്സ് 2 സ്റ്റഡി ബ്ലോക്സ്. അപ്പോ വാണി മാം പറഞ്ഞ പോലെ നമ്മൾ ഒരു മന്തിൽ ഫുള്ളായിട്ട് നമ്മളൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂൾ വെക്കാതെ ഒരു വീക്കിൽ 2 ദിവസം നമ്മൾ നമ്മളൊരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ വീക്കിൽ ഒരു ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്മോൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാണി മാം പറഞ്ഞ പോലെ ഒരു മന്ത് ഫുള്ളായിട്ട് നമ്മൾ ആ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ തീർക്കുക അങ്ങനത്തെ രീതിയിലല്ലാണ്ട് ഒരു വീക്കിനെ തന്നെ നമുക്കറിയാം വീക്കിൽ 7 ഡേയ്സ് ഉണ്ട്. ആ 7 ഡേയ്സിൽ വെറും 2 ദിവസം മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതുള്ളൂ. അപ്പോ നമുക്ക് ഈ ഒരു സ്മോൾ ടാസ്ക് ആയിട്ട് നമ്മൾ നമ്മുടെ ഇതിനെ തിരിക്കുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോട്ടിവേഷൻ കൂടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് കൺസിസ്റ്റൻസി ആണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു 7 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ വിൻ ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി കീപ് ടാസ്ക് സ്മോൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ ടാസ്കുകൾ അല്ലാതെ അത് ചെറിയ മാനേജബിൾ ആയിട്ടുള്ള ടാസ്ക് ആയി മാറ്റിയാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ടാസ്ക് നമ്മൾ കണ്ടു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക്. ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ടാസ്ക് ആയിട്ട് വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫസ്റ്റ് തന്നെ അതിന് കൊടുക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ഉണ്ട്, അല്ലെങ്കിൽ ഇത് വലിയൊരു ടാസ്ക് ആണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾനെസ് നമുക്ക് അവിടെ വരും. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് രീതിയിലാണ്. ഒരു 80% നെഗറ്റീവ് രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യുള്ളൂ. ഒരിക്കലും എനിക്കിത് ഉറപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ബ്ലോക്കിലേക്ക് പോകും. കാരണം നമ്മൾ അഡൽട്സ് ആണ്. അണിമാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരാം. സോ ഇതൊക്കെ കാരണം എങ്ങാനും ഈ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഒരു ഓവർവെൽമിംഗ് റെസ്പോൺസ് ആണ് അവിടെ വരുന്നത്. അതായത് നമുക്കൊരു സ്ട്രെസ്ഫുൾ റെസ്പോൺസ് ആയിരിക്കും, ഒരു ഫ്രസ്ട്രേറ്റഡ് റെസ്പോൺസ് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ടാസ്കുകൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി ഇവിടെ പറയുന്നത് റെഡ്യൂസ് ഫ്രിക്ഷൻ എന്നുള്ളതാണ്. അപ്പോ ഫ്രിക്ഷൻ എന്താണെന്ന് വാണി മാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളെ ടാസ്ക് ചെയ്യാൻ നമ്മളെ ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ ചാർജ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ നോട്ട്ബുക്ക് അല്ലെങ്കിൽ പെൻ ഒന്നും റെഡി അല്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രിക്ഷൻ എന്ന കാറ്റഗറിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു 15 to 20 മിനിറ്റ്സ് അങ്ങനെ പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു, പക്ഷെ ഈ കാര്യങ്ങളൊന്നുമില്ല, ഫോണിൽ ചാർജ് ഇല്ല, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് ഇല്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ തന്നെ ഇല്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇനീഷ്യൽ മോട്ടിവേഷൻ തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് 7 ഡേയ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിൻ ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ. ഇനി നെക്സ്റ്റ് 30 ഡേയ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ 7 ഡേയ്സ് ആദ്യം കഴിഞ്ഞു. ഇനി 30 ഡേയ്സിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നമുക്കറിയാം ഇപ്പൊ ഈ 7 ഡേയ്സ് ഒരു 1 മന്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു 7 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അടുത്ത 7 ഡേയ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവിടെ നമ്മളൊരു പ്രൂഫാണ് ബിൽഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോ ഈ ഒരു വീക്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ പ്ലാൻ.
അപ്പൊ അങ്ങനെ നെക്സ്റ്റ് വീക്കും നമ്മൾ 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ നെക്സ്റ്റ് വീക്കും 2 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 30 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ, നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു റിവാർഡാണ്, നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്, ഹാപ്പിനെസ് കിട്ടുന്നത്, മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. സോ അത് ആക്ച്വലി ഒരു പ്രൂഫാണ്. ഈ പ്രൂഫ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസൈൻമെന്റ് മേ ബി ഈ ഒരു 30 ഡേയ്സ് കൊണ്ട് ഒരു അസൈൻമെന്റ് തീർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1 ബ്ലോക്ക് തീർന്നിട്ടുണ്ട്, ഒരു സബ്ജക്റ്റിലത്തെ ഒരു ബ്ലോക്ക് തീർന്നിട്ടുണ്ട്. ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 4 യൂണിറ്റ്സ്. അല്ലെങ്കിൽ നമ്മൾ ഒരു PYQ പ്രാക്ടീസ്, നമ്മുടെ ഇതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അതുപോലെ നമ്മൾ റിവിഷൻ ചെയ്തു, പഠിച്ചതെല്ലാം ഈ 30 ഡേയ്സിന്റെ എൻഡിൽ, അതായത് ആ മന്ത് എൻഡിൽ നമ്മൾ റിവിഷൻ ചെയ്തു. സോ നമുക്ക് വർക്ക് ചെയ്യുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൂഫാണ്, ഇത് ഈ പ്ലാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇനി നെക്സ്റ്റ് 90 ഡേയ്സ്. അപ്പോൾ ഈ 7 ഡേയ്സ് കഴിഞ്ഞു, 30 ഡേയ്സ് കഴിഞ്ഞു, അവസാനം 90 ഡേയ്സിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ, അതായത് അവിടെ ഒരു 1 ക്ലിയർ മൈൽ സ്റ്റോൺ നമ്മൾ എടുക്കുകയാണ്. അതായത് മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഒരു 1 ബിഗ് അച്ചീവ്മെന്റ് എന്നാണ് അർത്ഥം. ഇത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ 30 ഡേയ്സ് കൊണ്ട് ഇത്രയും ബ്ലോക്സ് കഴിഞ്ഞു, ആൻഡ് 90 ഡേയ്സ് എത്തുമ്പോൾ ആ സബ്ജക്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതൊരു ക്ലിയർ മൈൽ സ്റ്റോൺ ആണ്. ആ ഒരു 2 അസൈൻമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതൊരു ക്ലിയർ മൈൽ സ്റ്റോൺ ആണ്. അതുപോലെ നമ്മൾ ഒരു 2 or 3 PYQ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. സോ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ നമ്മളിൽ ഒരു കോൺഫിഡൻസും, നമുക്ക് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇത് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിനിഷ് X യൂണിറ്റ്സ്, അതായത് ഇപ്പോ ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാതിരുന്നതിനേക്കാളും നല്ലതാണ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഈ ചെറുതായി ചെയ്യുന്നത് നമ്മൾ പിന്നെ എല്ലാതും ലാസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഇനി എല്ലാവരും പ്ലാൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇതാണ്, പക്ഷെ പ്ലാനിനെ ഫോളോ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് ഒരു കഴിവ് വേണം. സോ നമുക്ക് നോർമൽ വീക്ക് പ്ലാനും ഉണ്ട്, ഒരു ബാഡ് വീക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നോർമൽ വീക്ക് പ്ലാനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു വീക്കിൽ. ഫോർ എക്സാമ്പിൾ ഒരു സൺഡേ നൈറ്റോ മൺഡേ മോർണിംഗോ ആ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാണ്. അതായത് ഈ വീക്കിൽ ഞാൻ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും, അസൈൻമെന്റ് ഞാനൊരു ഹാഫ് എഴുതി തീരും, പിന്നെ ഒരു റിവിഷൻ സെഷനും ഞാൻ കാണും. ഇതാണ് നമ്മുടെ ഈ വീക്കിലത്തെ പ്ലാൻ. അതാണ് നോർമൽ വീക്ക് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ബാഡ് വീക്ക് ആവുമ്പോൾ, ബാഡ് വീക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി വരെ. ഇപ്പൊ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഹൗസ് വൈഫ്സ് ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രീതിയിൽ നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോ നമ്മൾ വിചാരിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും ഈ ഒരു നമ്മുടെ പ്ലാനിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു വീക്കാണ് ബാഡ് വീക്ക് എന്ന് പറയുന്നത്. ആ ബാഡ് വീക്കിലത്തെ പ്ലാൻ എങ്ങനെ ആയിരിക്കണം? ഒരു 10 നമ്മൾ ആദ്യത്തെ വീക്കിൽ എന്താണ് പ്ലാൻ ചെയ്തത്, അതായത് നോർമൽ വീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ ഈ ഒരു 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഒരു ഹാഫ് അസൈൻമെന്റ് തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ നോർമലി എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ, എന്തായാലും ഈ വീക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, അപ്പൊ ഇനി നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് തോട്ട് വരിക. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താ? ബാഡ് വീക്ക് മിനിമം പ്ലാനെങ്കിലും നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, 2 ചാപ്റ്റർ എനിക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ ആ ഒരു സബ്ജക്ട് എടുത്ത് നോക്കട്ടെ. അപ്പൊ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നമ്മൾ ആ ഒരു പ്ലാനിലേക്ക് ഇട്ട് കഴിഞ്ഞാല്, അതായത് ഒന്നും ചെയ്യാത്തതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഒരു 1 പേജ്, നമ്മൾ ആ ചാപ്റ്ററിലത്തെ 1 പേജ് നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ ഒരു 5 minute വീഡിയോ. നമുക്കറിയാം നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ, അതിലൊരു 5 minute വീഡിയോ. നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഒരു കംപ്ലീറ്റ് യൂണിറ്റ് തീർക്കുക എന്നുള്ളതാണ്, പക്ഷെ ഒരു 5 minute വീഡിയോ കണ്ടാലും അതൊരു ചെറിയ വിൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് 1-2 പോയിന്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സ്മോൾ വിൻസ് ആണ്. അപ്പൊ സ്മോളസ്റ്റ് സ്റ്റെപ്പ് പോലും നമുക്ക് എന്താ പറയാ, നമുക്ക് അതൊരു വിൻ പോലെ നമുക്ക് കാണാം. അപ്പൊ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്താലും 2 വേർഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. കാരണം നോർമൽ വീക്ക് പ്ലാൻ നമുക്ക് എപ്പോഴും അതുപോലെ തന്നെ നടക്കണം എന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ വരാം, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, നമുക്ക് പെട്ടെന്ന് ഓഫീസിൽ എന്തെങ്കിലും പെട്ടെന്ന് ഏർജന്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും, അതുപോലെ ഫാമിലി റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു ബാഡ് വീക്ക് മിനിമം പ്ലാനെങ്കിലും ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി വീക്ക്ലി റിതം ദാറ്റ് വർക്ക്സ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 7 ഡേയ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഡിസൈഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ഓഫ് ദ വീക്ക്. അതായത് നമ്മൾ ഒരു
ഞാൻ പറഞ്ഞ പോലെ വീക്കിന്റെ സ്റ്റാർട്ടിൽ, അതായത് സൺഡേ നൈറ്റോ അല്ലെങ്കിൽ മൺഡേ മോർണിംഗോ നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്ത് വെക്കുക. ഈ ഒരു വീക്കിലേക്കുള്ള പ്ലാൻ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ വേണം. കാരണം പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഒരുപാട് സമയം പോകും. നമ്മൾ പഠിക്കാനിരിക്കുന്ന ടൈം മേ ബി കുറച്ച് ടൈമേ, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിൽ പ്ലാനിങ് തന്നെ അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 to 15 മിനിറ്റ്സ് അങ്ങനെ തീരും. അപ്പൊ അതിനേക്കാൾ നല്ലത് പ്രീ പ്ലാനിങ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ബ്ലോക്സ് ഏതൊക്കെയാ പഠിക്കുന്നത്? ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടൈം പീരീഡ് ആണ്. നമ്മൾ ആ ഒരു എക്സാമ്പിളിൽ പറഞ്ഞു, നമ്മൾ ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് പഠിക്കാൻ വിചാരിച്ചത്. അതാണ് ബ്ലോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ബ്ലോക്ക് നമ്മൾ ചെയ്യുക. അത് പറഞ്ഞ പോലെ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് ചെയ്യുക. ആ ചെയ്ത് കഴിഞ്ഞാൽ വീക്കിന്റെ എൻഡിൽ നമ്മൾ ഒരു 5 മിനിറ്റ് റിവ്യൂ ചെയ്യുക. ഓക്കെ, ഒരു സാറ്റർഡേ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക. ഈ വീക്ക് ഞാൻ ഇതൊക്കെ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ട് പാഡ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യാം, കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്കും ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, അതൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വീക്കും എന്നെ കൊണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ഒരു വിശ്വാസം നമുക്ക് വരും. ഇനി പറയാൻ പോകുന്നത് റിക്കവറി ലൂപ്പ്. അതായത് മണി മാം ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഇപ്പൊ നമ്മൾ സ്ലിപ്പായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഒരു പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഈ വീക്കിൽ ഇതൊക്കെ പഠിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അതായത് എനിക്ക് 2 ചാപ്റ്റർ വീക്ക് ചെയ്യാൻ പറ്റിയില്ല. പല കാരണങ്ങളാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ്, ജോബ് റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ് കാണാം. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ എന്തൊക്കെയോ റീസൺ കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ലൂപ്പ്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എല്ലാ വീക്കിലും 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു, പക്ഷെ അടുത്ത വീക്ക് എനിക്ക് എന്തോ കാരണത്താൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവിടെ ഒരു സ്ലിപ്പ് വരാണ്, അവിടെ ഒരു ലാഗ് വരാണ്. അപ്പൊ അടുത്ത സ്റ്റേജ് എന്താന്ന് വെച്ചാൽ ഒരു പോസ് ഗിൽറ്റ് ആണ്. നമുക്ക് അവിടെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ് വരുന്നത്. എന്തായാലും ഞാൻ ഈ വീക്ക് ഒന്നും ചെയ്തില്ല, അത് കാരണം ഇനിയിപ്പോ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇനി എന്നെ കൊണ്ട് ഈ കോഴ്സ് തീർക്കാൻ പറ്റുമോ എന്ന് വരെയുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ പോകും. ഓക്കെ, സോ അങ്ങനത്തെ ഗിൽറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരിക. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഗിൽറ്റിനെ പോസ് ചെയ്യാണ്. ഇങ്ങനത്തെ തോട്ടൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗിൽറ്റി ഫീലിംഗ് നമുക്ക് വരാം, അത് നോർമൽ ആണ്. പക്ഷെ അത് മാക്സിമം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സേ ലാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും അതൊരു 2 or 3 ഡേയ്സിലേക്ക് ആ ഗിൽറ്റ് പോകരുത്. ഓക്കെ, അപ്പോ അതാണ് പോസ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരിക്കലും ആ ഗിൽറ്റി ഫീലിംഗ് നമ്മുടെ ആ ഒരു പഠിത്തത്തെ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റീസ്റ്റാർട്ട് സ്മോൾ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പോ എന്തായാലും ലാസ്റ്റ് വീക്കിലത്തെ കഴിഞ്ഞു, ഇനി ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യട്ടെ. ലാസ്റ്റ് വീക്കിലത്തെയും കൂടെ എടുത്തിട്ട് ഈ വീക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ലാസ്റ്റ് വീക്കിലത്തെയും കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടാസ്ക് ഉള്ള പോലെ നമുക്ക് തോന്നും. അപ്പൊ എന്തായാലും നമുക്ക് ആ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയും അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കുറയും. അതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടാസ്കിനെ നമ്മൾ സിമ്പിൾ ആയിട്ട്, സ്മോൾ ആയിട്ട്, അച്ചീവബിൾ ആയിട്ടുള്ള ടാസ്ക് ആക്കിയിട്ട് ഇതാക്കുകയാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞ വീക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് തീർക്കേണ്ടത്. അപ്പൊ ഈ വീക്ക് ഞാൻ ആ 2 ചാപ്റ്റേഴ്സ് തന്നെ തീർക്കാം, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അല്ലാതെ 2+2 4 ചാപ്റ്റേഴ്സ് തീർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റീസ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്ലാൻ നെക്സ്റ്റ് 48 hours. അപ്പോ നമ്മൾ എന്തായാലും ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് 48 hours ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യണം. ഓക്കെ, അതായത് നെക്സ്റ്റ് 48 hours ഉള്ളിൽ ഞാൻ ഒരു അസൈൻമെന്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യും. അത് ഒരിക്കലും 48 hours മുകളിൽ പോകാൻ പാടില്ല. അപ്പോ പ്ലാൻ നെക്സ്റ്റ് 48 hours എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ആ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ഈ ഒരു സ്റ്റഡി സ്കെഡ്യൂള് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ ഈ ഒരു ലൂപ്പാണ്. ഈ ഒരു ലൂപ്പ് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ലൂപ്പിലേക്ക് ഫോളോ ചെയ്യാം. അതായത് കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഡൽട്സ് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സിറ്റുവേഷൻ വേണമെങ്കിലും എന്ത് സർക്കംസ്റ്റാൻസസ് വേണമെങ്കിലും ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ഒരു സൈക്കിളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി വൺ റൂൾ ദാറ്റ് പ്രിവെന്റ്സ് ലോങ് ബ്രേക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിട്ടേൺ വിത്തിൻ 48 hours എന്നുള്ളത്. അതായത് ഈ ബ്രേക്ക് വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 48 hours ഉള്ളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പൊ ഡോണ്ട് ക്യാച്ച് അപ്പ് ഇൻ പാനിക്. പാനിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ലാസ്റ്റ് വീക്ക് മിസ്സായി കഴിഞ്ഞു, അപ്പൊ നമുക്കൊരു ടെൻഷൻ വരും, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് വരും. ഞാൻ ബാക്കിലാവോ, എൻ്റെ ഇത് കഴിയോ, എൻ്റെ ഈ ഒരു എനിക്ക് ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുമോ, അല്ലെ? അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും പാനിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മൾ കൊണ്ടുവരും. നമ്മൾ കാമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കാമായിട്ട് വേണം നമ്മൾ അടുത്ത കാര്യങ്ങൾ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റീസ്റ്റാർട്ട് വിത്ത് ദ സ്മോളസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വലിയ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതെ ചെറിയ ചെറിയ രീതിയിൽ ചെറിയ സ്റ്റെപ്സ് എടുക്കുക. കാരണം ചെറിയ സ്റ്റെപ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഒരു വലിയ സ്റ്റെപ്പിലേക്ക് തന്നെയാണ് എത്തുക. ഓക്കെ, അപ്പോൾ ഈ പ്ലാൻ റിട്ടേൺ വിത്തിൻ 48 hours എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിനേക്കാൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു 1 week ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ റുട്ടീനിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു റിതം നമുക്ക് അവിടെ ബ്രേക്ക് ആവാണ് ചെയ്യുന്നത്. മാക്സിമം ഇപ്പൊ നമ്മൾ എടുക്കേണ്ടത് ആ 48 hours ഉള്ളിലാണ് ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, സോ ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഇന്ന് തന്നെ നെക്സ്റ്റ്, അതെ, വിത്തിൻ നെക്സ്റ്റ് 48 hours നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഓവർ തിങ്കിങ് ഒന്നും ചെയ്യണ്ട. അതായത് ചെറിയൊരു സ്റ്റെപ്പ് മതി. ഒരു 1 step ആയാലും കുഴപ്പമില്ല, ഒരുപാട് സ്റ്റെപ്സ് വേണമെന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സ്റ്റെപ്പ് മതി. വിത്തിൻ നെക്സ്റ്റ് 48 hours നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരുന്നു. കൂടുതൽ ആലോചിക്കേണ്ട, കൂടുതൽ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഞാൻ എൻ്റെ അസൈൻമെന്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ഞാൻ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യം. യെസ്, അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് മെസ്സേജസ് അയക്കുന്നുണ്ട്. അസൈൻമെന്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ഓരോരുത്തർക്ക് അത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു സ്റ്റാർട്ട്. യു ക്യാൻ സ്റ്റാർട്ട് സ്മോൾ. ഓക്കെ, സോ ഐ ഹോപ്പ് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മളൊരു 7-30-90 പ്ലാൻ സ്കെഡ്യൂൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് 7 days നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തത് ഒരു 7 days ഫോളോ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അത് 30 days ആയിട്ട് മാറും. ആൻഡ് അവിടെ ഒരു പ്രൂഫ് ഉണ്ട് നമുക്ക്, കാരണം 30 days വരെ നമ്മൾ എത്തിയല്ലോ. ആൻഡ് അവിടുന്ന് അങ്ങോട്ട് 90 daysലേക്കും കൂടെ എത്തുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് എവിഡൻസ് ആണ്, അല്ലെ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു ട്രാക്ക്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ക്ലിയർ. ഇനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു 2 important റിമൈൻഡേഴ്സ് പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, നമ്മുടെ ന്യൂ ഹൊറൈസൺ പ്രൊഫൈൽ ഫോം ഉണ്ട്. സോ അത് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ബേസിക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഫോം ഫിൽഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, നമ്മുടെ നെക്സ്റ്റ് സെഷൻ ആയിട്ടുള്ള അലുമിനൈ കണക്ട്, അതായത് വാണി മാം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നാളത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിലുള്ള അലുമിനൈസിന്റെ ഒരു മീറ്റ് ആണ്. അവരുടെ റിയൽ സ്റ്റോറീസ്, ഇപ്പൊ ഞാനും വാണി മാമും പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ ചെയ്ത് പരീക്ഷിച്ച ഒരുപാട് ലേണേഴ്സ് ആണ് നമ്മുടെ ലേൺ വൈസിലുള്ളത്. അപ്പൊ അവരുടെ റിയൽ സ്റ്റോറീസും റിയൽ മെത്തേഡ്സും അവർക്ക് എന്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്, കാരണം ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാൻ, ആൻഡ് വാട്ട് ആക്ച്വലി വർക്ക് ഫോർ ദം എന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും, അല്ലെ? സോ നാളത്തെ സെഷനിൽ എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് ഈ സെഷൻ നിങ്ങൾക്ക് അത്യാവശ്യം മോട്ടിവേറ്റഡ് ആക്കിയിട്ടുണ്ട്. സോ താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.